ആഗോളതലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും പരീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് ടൂറിസം. സ്വാഭാവികമായിട്ടും ഈ ടൂറിസം രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന വർത്തമാനകാലത്ത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 32ാം പതിപ്പിന് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി ബിസിനസ് കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതാണ് ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ്. 166 രാജ്യങ്ങളിൽ നിന്നുള്ള 2800ഓളം കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കേരള ടൂറിസം ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ ടൂറിസം പരിചയപ്പെടുത്തുന്ന ഒരു വേദി കൂടിയാണ് ഇത്. നമുക്ക് മേജർലി 4 സെഗ്മെൻറ്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. ഒന്ന് ഓഫ്കോഴ്സ് ആയുർവേദ വെൽനസ്, രണ്ടാമത് ലീഷർ, മൂന്നാമത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ്. ഇവിടത്തെ ഉള്ള NRIs നമ്മളവിടെ തിരിച്ചു പറഞ്ഞ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഓഫ്കോഴ്സ് കേരളം വലിയൊരു മാർക്കറ്റാണ്. നാലാമത് വരുന്നത് സ്പോർട്സ് കാര്യങ്ങൾക്കും ഇതിനു വേണ്ടി വാട്ടർ സർഫിങ്, പാരാഗ്ലൈഡിങ്, സ്കൂബ ഡൈവിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഈ 4നും നമ്മുടെ റാവിസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് കൊല്ലം, കോവളം, കടവ് ഇതെല്ലായിടത്തും നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആണ്. നമ്മുടെ ഹോണറബിൾ ചെയർമാൻ ഡോക്ടർ വിപിള്ള സാറിനും അഭേദ്യമായ ബന്ധമാണ് മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ളത്. സാറ് മിഡിൽ ഈസ്റ്റ് എന്ന് വരുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 4 സെഗ്മെൻറ്റുകളിലേക്കും നമുക്ക് എങ്ങനെ ആൾക്കാരെ കേരളം അട്രാക്റ്റ് ചെയ്യാം. കാരണം നമ്മളിപ്പം മത്സരിക്കുന്നത് ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളിപ്പോൾ കോവളത്ത് നോക്കുകയാണെങ്കിൽ ലീല റാവിസ് കോവളത്തിൻ്റെ കൂടെ മത്സരിക്കാൻ വേറെ ഹോട്ടലുകളില്ല, വലിയ ഹോട്ടൽ. നമ്മൾ മത്സരിക്കുന്നത് മറ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടാണ്. തായ്ലാൻഡ്, ഫുക്കറ്റ്, ശ്രീലങ്ക. എങ്ങനെ കേരളത്തിലേക്ക് അതിനെ നമുക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാം? കേരളത്തിലുള്ള നമുക്ക് നൈറ്റ് ലൈഫ് നോക്കി വരുന്നവർക്ക് കേരളമില്ല, പക്ഷെ ഒരു പീസ്ഫുൾ സ്ഥലം നോക്കി വരുന്നവർക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇപ്പോൾ കൊല്ലത്താണ് ഏറ്റവും ലീസ്റ്റ് പൊല്യൂട്ടഡ് 10 പ്ലേസസ് ഇൻ ദ വേൾഡ് നാഷണൽ ജിയോഗ്രാഫിക് അവാർഡ് ചെയ്തിട്ടുള്ള. എത്ര പേർക്ക് അറിയാം കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത്? അപ്പം നല്ലൊരു വായു കൊടുക്കുക. ഞങ്ങളെന്നും പറയും ഞങ്ങളുടെ പാക്കേജുകളുടെ കൂടെ നല്ല ശ്വസിക്കാനുള്ള വായു ഞങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കും. നമുക്കറിയാം കോവിഡിന് ശേഷം ട്രാവൽ മേഖലയുടെ വളർച്ച, അതുപോലെ തന്നെ എയർലൈൻ കമ്പനികളുടെ വളർച്ച, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് ട്രാവൽ മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് മാറുകയാണ് ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ നിരവധി പ്രൊഫഷണലുകൾ ശില്പശാലകളിൽ പങ്കെടുക്കുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും പവലിയനുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ വിമാന കമ്പനികളുടെ പവലിയനുകളുണ്ട്, അവിടെ പരിചയപ്പെടുത്തലുകളുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കൂടി ട്രാവൽ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ. അങ്ങനെ ഒരുപക്ഷെ ട്രാവൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഈ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് സുപ്രധാനമായ ഒരു ഇടമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. 4 ദിവസം മെയ് 1 വരെ നീണ്ടു നിൽക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനാണ് ഇന്നത്തെ ദിവസം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായിട്ടുണ്ട്.